മേജർ രവി മലയാളികൾക്ക് മുന്നിൽ ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല. സൈനികൻ എന്ന നിലയിലാണ് ആദ്യം അദ്ദേഹം അറിയപ്പെട്ടത്. പിന്നീട് അദ്ദേഹം സംവിധായകനായി മലയാളത്തിന് ഹിറ്റ് സിനിമകൾ അദ്ദേഹം സംഭാവന നൽകി. അതിനുശേഷം അദ്ദേഹം നടൻ കൂടിയായി. അദ്ദേഹം BJP പ്രവർത്തകനാണ്. BJPയിൽ മെമ്പർഷിപ്പ് എടുത്തിരുന്നു. സംഘപരിവാറുകാരനാണ് എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞതുകൂടിയാണ്. അങ്ങനെയുള്ള ഒരാൾ എമ്പുരാൻ സിനിമയുടെ പേരിൽ എങ്ങനെയൊക്കെ മലക്കം മറിയുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് പുറത്തു വന്നത്. എമ്പുരാൻ സിനിമ വിവാദമായി. എമ്പുരാൻ സിനിമ ഇറങ്ങിയ ഘട്ടത്തിൽ ആദ്യം കണ്ട വ്യക്തികളിൽ ഒരാളാണ് മേജർ രവി. അതിന്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? എ കംപ്ലീറ്റ് സിനിമ എന്നാണ്. അത്രമാത്രം പുകഴ്ത്തിക്കൊണ്ടാണ് ആദ്യം സംസാരിച്ചത്. ഒരു തെറ്റും കണ്ടെത്തിയില്ല. പിന്നീട് എമ്പുരാൻ സിനിമയെ സംബന്ധിച്ച് സംഘപരിവാറുകൾ വിമർശനം ഉന്നയിക്കുകയും നടന്മാരെയും അണിയറ പ്രവർത്തകരെയും സംവിധായകനെയും നിർമ്മാതാക്കളെയും ഒക്കെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തപ്പോൾ മേജർ രവി മെല്ലെ ചൂടുമാറ്റി. ആദ്യം അദ്ദേഹം സിനിമ കണ്ട് ഇറങ്ങിയ സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്ക് നമുക്കൊന്ന് കേൾക്കാം. അടിപൊളി. വെറുതെ നിങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ആ സാധനം അതിനകത്ത് എന്ന് കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ളത് ഒരു സംശയം. എമ്പുരാൻ വൺ അപ്പ്, അതാണ് പറഞ്ഞത്, വൺ അപ്പ് എന്നുള്ളത്. ലൂസിഫർ വാസ് ഡിഫറെന്റ്, ബട്ട് ഇത് വേറൊരു ഫുൾ ലോകം കറക്കിയിട്ടുള്ളൊരു സിനിമയായിട്ടുള്ളതിന്റെ ഒരു വേൾഡ് ക്ലാസ് ഫിലിം. ഹാപ്പി, വെരി ഹാപ്പി. താങ്ക് യു. എമ്പുരാൻ സിനിമയെ കുറിച്ചാണ് പറയുന്നത്. സിനിമ ആദ്യ ഷോ കണ്ട് പുറത്തിറങ്ങിയ മേജർ രവി പറഞ്ഞ വാക്കുകളാണ്. അദ്ദേഹത്തിന് ആ സിനിമയിൽ യാതൊരു തെറ്റും കാണാൻ കഴിഞ്ഞില്ല. സംഘപരിവാർ വിരുദ്ധമായ ഒരു സംഭവവും അദ്ദേഹം കണ്ടില്ല. BJP വിരുദ്ധമായ ഒരു കാര്യവും അദ്ദേഹം കണ്ടില്ല. എന്ന് വെച്ചാൽ ഒരു സിനിമ കണ്ടാൽ അങ്ങനെ ഒന്നും അതിനകത്ത് പ്രത്യക്ഷത്തിൽ പറയാനില്ല. പക്ഷേ കോഴിയെ കട്ടവന്റെ തലയിൽ പൂടയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അറിയാതെ തല തടവിപ്പോയ സംഘപരിവാറുകാർ സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നതോടുകൂടിയാണ് മേജർ രവിയും വിചാരിച്ചത് എൻ്റെ തലയിലും പൂടയുണ്ടോ എന്ന്. അങ്ങനെയാണ് അദ്ദേഹം പിന്നീട് മാറ്റി പറഞ്ഞത്. ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് അദ്ദേഹം പറയുന്നത്. അതും കൂടി കേൾക്കാം. മോഹൻലാൽ ഷുഡ് അപ്പോളജൈസ് ഫോർ ദിസ് ആൻഡ് വാട്ട് പീപ്പിൾ, അതർവൈസ് പീപ്പിൾ വിൽ ഹേറ്റ് ഹിം. ഡോണ്ട് വറി, ഞാൻ അറിയുന്ന മോഹൻലാൽ വിൽ സബ്മിറ്റ് എൻ അപ്പോളജി ടു യു ഓൾ. വൈ? ബിക്കോസ് അദ്ദേഹം അറിയാതെ ചെയ്തതാണെങ്കിലും ശരി, അദ്ദേഹം അത് ചെയ്തിരിക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. കാരണം അദ്ദേഹത്തിന് വളരെയധികം മാനസികമായിട്ട് വിഷമമുണ്ടായിട്ടുണ്ട്. കാരണം നമ്മളെല്ലാം സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് തളർന്നു പോകും. അതുകൊണ്ട് ഞാനിവിടെ അദ്ദേഹത്തെ വൈറ്റ് വാഷ് ചെയ്യാനും പൂജിക്കുന്നത്, ഞാൻ അറിയുന്ന മോഹൻലാലിനെ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കാമെന്നാണ്. നിങ്ങൾ എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ എന്നെ കണ്ടു എന്ന് വരില്ല. ഞാൻ പറയുന്നില്ലേ, ഞാൻ പുറത്തു നിന്നുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം നിങ്ങളെപ്പോലെ വലിയൊരു ഫാനാണ് ഞാൻ. അത്രയേ ഉള്ളൂ. പിന്നെ ആ സിനിമയ്ക്കകത്ത് എഴുത്തുകാരൻ എന്ന് പറയുന്നത് മുരളി ഗോപി എന്ന് പറയുന്നത് എൻ്റെ സഹോദരൻ്റെ അടുത്ത് എനിക്ക് ഒന്നേ പറയാം. നമ്മൾ എന്നെപ്പോലുള്ള തന്നെ എഴുതുന്നത് എൻ്റെ വികാരമായിരിക്കും. അത് നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് അത് നിങ്ങളുടെ. കാരണം ഞാൻ എഴുതിയിട്ടുള്ള സിനിമയ്ക്കകത്ത് നിങ്ങൾ ഭാരതമാതാക്കി ജയെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് മൈ കൺസേൺ. അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം മുരളി അത് ചെയ്യുന്ന സമയത്ത് ആ പടം തുടങ്ങുന്ന സമയത്ത് കലാപങ്ങളിൽ മുസ്ലിം സഹോദരന്മാരെ പോയി അറ്റാക്ക് ചെയ്യുന്ന ഹിന്ദു ശൂലം എല്ലാം കൊണ്ടുപോയിട്ട് അതൊന്നും ചെയ്യുന്ന കാണിക്കാനുള്ള ഗട്ട്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടക്കം മുതലേക്ക് എവിടുന്നത് തുടങ്ങി, ആ വണ്ടി എങ്ങനെ കത്തി, ആര് കത്തിച്ചു, എന്തുകൊണ്ടൊരു കമ്പാർട്ട്മെന്റിനകത്ത് 53 പേര് മരിച്ചുപോയി. കാരണം 4 വശത്തും വാതിലടച്ചു വെച്ചിട്ടാണ് ഈ ആളുകൾ അവരെ കത്തിച്ചു കളഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കോടതി റൂളും സുപ്രീം കോടതി അടക്കം ശരിവെച്ച് ശിക്ഷയും കഴിഞ്ഞിട്ടുള്ള കാര്യം. എന്തുകൊണ്ട് അത് തുടങ്ങി വെച്ചിരുന്നെങ്കിൽ ഇത് ഇത്രയും വലിയ ഇഷ്യൂ ആവില്ലായിരുന്നു. അത് പറയാതെ വെറും മുസ്ലിം സഹോദരങ്ങളെ കൊല്ലുന്ന ഹിന്ദുക്കളെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ വർഗീയതയല്ലേ സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ടത് അത് ഇതെല്ലാം കഴിഞ്ഞ് ടോട്ടാലിറ്റിയിൽ അത് ത്രൂ ഔട്ട് പടത്തിന്. പിന്നീട് അത് കഴിഞ്ഞ് ഈ സംഭവങ്ങളിൽ അതിൽ നിന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയെ കാണിക്കുന്നു, അത് കഴിഞ്ഞ് UP പറയുന്നു, ഗുജറാത്തിനെ പറയുന്നു, ഹോം മിനിസ്റ്റർ പറയുന്നു, എല്ലാം കഴിഞ്ഞിട്ട് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും പോയിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് എനിക്കൊരു പിടിയില്ല. അത് മാത്രം മതിയായിരുന്നു ഈ പടത്തിനകത്ത്. അതില്ലാതെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ്, യു ഹാവ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ദാറ്റ് വാട്ട് യു ഹാവ് ഡൺ ഇറ്റ്. ഇദ്ദേഹമാണ് സംഘപരിവാർ നേതാക്കൾക്കും മോഹൻലാലിനും അതല്ലെങ്കിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും ഇടയിൽ പ്രവർത്തിച്ച ആൾ. അദ്ദേഹത്തിന്റെ മുൻകൈയിലാണ് മോഹൻലാൽ മാപ്പ് പറഞ്ഞത് എന്നും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. കാരണം മോഹൻലാൽ മാപ്പ് പറയുമെന്ന് ആദ്യം പറഞ്ഞ ആൾ മേജർ രവിയാണ്.
അദ്ദേഹം മാപ്പ് എഴുതി വച്ചിട്ടുണ്ട്, ഏത് നിമിഷവും പുറത്തു വരും എന്ന് പറഞ്ഞതും മേജർ രവിയാണ്. എന്നുവെച്ചാൽ മോഹൻലാലിനെയും സിനിമയുടെ അണിയറ പ്രവർത്തകരെയും സംഘപരിവാർ നേതാക്കളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഇടനില നിന്ന് പ്രവർത്തിച്ച ആള് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ഞാൻ തന്നെയാണ് എന്ന് അദ്ദേഹം വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. എന്ന് വെച്ചാൽ കാര്യങ്ങൾ എങ്ങോട്ടാണ്, ഏത് രീതിയിലാണ് പോയത് എന്ന് ഏതാണ്ട് വ്യക്തമായി. ആദ്യം സിനിമ കണ്ടപ്പോൾ ഒരു തെറ്റും കാണാത്ത മേജർ രവി BJP പ്രവർത്തകനാണ്, സംഘപരിവാറുകാരനാണ്. അദ്ദേഹത്തിന് അതിൽ യാതൊരു തെറ്റും കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ തീവ്ര സംഘപരിവാർ പ്രവർത്തകർ, തീവ്ര RSSകാർ സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നപ്പോഴാണ് മേജർ രവിയും സിനിമയിലും ചില പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്ന് പറയാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മലക്കം മറിയുകയും ചെയ്തത്. ആ മലക്കം മറിഞ്ഞതിൻ്റെ 2 സമയത്ത് അദ്ദേഹം കൊടുത്തതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.